കുറച്ച് ദിവസങ്ങളിലായി ചർച്ചകളിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ ആണല്ലോ. അവിടെയൊക്കെ പൊതുവായി കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിൻ്റെയൊക്കെ കാര്യമുണ്ടോ, നമ്മൾ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ, ഈ പറയുന്നവരൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണോ, ഇങ്ങനെ പൊതുവായിട്ട് കുറേ ആളുകളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ? മോട്ടിവേഷൻ സ്പീക്കിങ്ങും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ഗ്രൂപ്പ് കൗൺസിലിങ്ങും ഓരോന്നും വ്യത്യസ്തമാണ്. ഒരു പൊതുവായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളോട് അവരുടെ ലെവൽ, ഇപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നത് അതൊരു മോട്ടിവേഷൻ ക്ലാസ്സോ ഗ്രൂപ്പ് കൗൺസിലിങ്ങോ അല്ല. ഇനി ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതാണ് ഗ്രൂപ്പ് കൗൺസിലിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളുടെ പേരൻസ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പൊതുവായിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ളവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് അവർക്ക് സ്ഥിരമായി കിട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്രത്യേകമായിട്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അഡോളസൻസിലെത്തിയ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ പുതിയതായിട്ട് ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതകൾ, അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതകൾ, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പാരൻറ്റിങ് ക്ലാസ്സുകൾ വരുമ്പോഴും ഈ ഒരേ കാറ്റഗറീസിൽ ഉണ്ടാവാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ക്ലാസ്സുകൾ എളുപ്പമാവുകയും ഒരേ കാര്യങ്ങൾ തന്നെ ഒരുപോലെ അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാനും സാധിക്കാറുണ്ട്. കുട്ടികളാണെങ്കിലും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ പൊതുവായിട്ടുള്ള ക്ലാസ്സുകൾ വെക്കാറുള്ളത്. ഇനി ഒരു പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിനോട് സംസാരിക്കുമ്പോൾ പൊതുവായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതിനെക്കുറിച്ചുമായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് കൃത്യമായ ഒരു രീതിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറികൾ ബേസ് ചെയ്തിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റഡി ബേസ് ചെയ്തിട്ടും അതിൻ്റെ ഒരു റിസർച്ചിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. ഇതല്ലാതെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്ക് പ്രചോദനമാവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വരുന്നത്. അത് ചിലപ്പോൾ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ, അത് നമ്മൾ എങ്ങനെ കടന്നു വന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിൽ ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്കും ചില സമയങ്ങളിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവുകയും അവരും ചിലപ്പോൾ വിഷമസ്ഥിതിയിലെത്തുകയും തകർന്നു പോവുകയും തളർന്നു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അന്നേരവും പ്രചോദനം നൽകുന്നത് ചിലപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളും കൂടെയുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ ചിലപ്പോൾ മക്കളോ മാതാപിതാക്കളോ അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിലെ ചില പ്രയാസഘട്ടങ്ങൾ ഒറ്റയ്ക്ക് തരണം ചെയ്ത് വരാൻ സാധിക്കണമെന്നില്ല. അങ്ങനെ നമുക്ക് ഒരു ഹെൽപ്പ് വേണ്ടപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഇനി ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള വേദികളിൽ സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ, അത് പറയുന്നത് കൊണ്ട് ആ കേൾക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രചോദനമോ അവരുടെ ഏതെങ്കിലും പ്രയാസത്തിൽ നിന്നൊരു മാറ്റമോ ഉണ്ടാവാറുണ്ടോ എന്നുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പ്രാവർത്തികമാക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി പറയുന്നതിൽ തെറ്റ് വന്നാൽ, ചിലപ്പോൾ ആ പറയുന്നത് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറുകയും ആ ഒരു കൺസെപ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്നവരാണ് സാധാരണയായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളെല്ലാം. അപ്പോൾ ഒരു വിഷയമുണ്ടാവുമ്പോൾ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്ന കേൾക്കുമ്പോൾ അടുത്ത വേദികളിൽ ചെന്ന് നിൽക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുകളോട് എത്രത്തോളം കൂറു പുലർത്താൻ കഴിയും എന്ന് ചിന്തിച്ചു പോകുന്നവരാണ് ഇപ്പോൾ പലതും. കാരണം നൽകുന്നതെല്ലാം നല്ലതായിരിക്കണമെന്നും കേൾക്കുന്നവർക്ക് അതുകൊണ്ട് പ്രചോദനം ഉണ്ടാവണമെന്നും പ്രയോജനം ഉണ്ടാവണമെന്നും ആഗ്രഹിച്ചാണ് ഓരോ വേദികളിലും മൈക്കിന് മുന്നിലേക്ക് എത്തുന്നത്. 500 പേരിരിക്കുന്ന സദസ്സിലും ഒരാളെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ കടന്നു പോവുകയും അങ്ങനെ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ അല്പം മാറ്റമുണ്ടാവുകയും കുറച്ചധികം സന്തോഷം ആ ഒരു കാരണം കൊണ്ട് അവർക്ക് ഉണ്ടാവുകയും ചെയ്താൽ അത് ആ ഒരു ദിവസത്തെ ധന്യതയും ആ ഒരു ദിവസത്തിൻ്റെ നിയോഗവുമായി കാണാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും പ്രചോദനം നൽകാനും പ്രചോദനം സ്വീകരിക്കാനുമൊക്കെ നമ്മളൊക്കെ തയ്യാറാവേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ചുറ്റുപാടുകളിൽ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചു വന്ന അതേ കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ആ വാക്കുകൾ നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാവാനും അവരിൽ നിന്ന് നല്ലതൊക്കെ സ്വീകരിക്കാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.